ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 82-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൂര്യഗ്രഹണകാലത്ത് ഭഗവാന്റെ നേതൃത്വത്തിൽ ദ്വാരകാവാസികളും അതുപോലെ തന്നെ മറ്റ് ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാരും പ്രജകളും എല്ലാവരും കുരുക്ഷേത്രത്തിലുള്ള സമന്ത പഞ്ചകത്തിൽ ഒരു തീർത്ഥാടനത്തിനായിക്കൊണ്ട് സംഗമിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് 3 അധ്യായത്തിലുള്ള ഈ ഒരു ചരിതം. അതിൻ്റെ ആരംഭഭാഗം നമ്മളൊരു 15 ശ്ലോകം 82-ാം അധ്യായത്തിൽ 15 ശ്ലോകം നില കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് കാണണം. അപ്പോൾ ഭഗവാന്റെ നേതൃത്വത്തിലുള്ള സംഘം സമന്തപഞ്ചകത്തിലെത്തി പല തർപ്പണങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും ദാനങ്ങളുമൊക്കെ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അവർ അവിടെ വെച്ച് ഗോകുലത്തിൽ നിന്ന് വന്ന നന്ദഗോപരും യശോദയും ഗോപികമാരും ഗോപന്മാരുമൊക്കെ ആയിട്ട് സമാഗമിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. 82-ാം അധ്യായം വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 20-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥൈകദാ ദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോഃ സൂര്യോപരാഗഃ സുമഹാൻ ആസീത് കൽപക്ഷയേ യഥാ തം ജ്ഞാത്വാ മനുജാ രാജൻ പുരസ്താദേവ സർവതഃ സമന്തപഞ്ചകം ക്ഷേത്രം ജയുഃ ശ്രേയോ വിദിൽസയാ. നിഃക്ഷത്രിയാം മഹീം കുർവൻ രാമഃ ശസ്ത്രഭൃതാംബരഃ നൃപാണാം രുധിരൗഘേണ യത്ര ചക്രേ മഹാഹ്രദാൻ ഈചേ ച ഭഗവാൻ രാമോ യത്ര സ്പൃഷ്ടോഭി കർമ്മണ ലോകസ്യ ഗ്രാഹയന്നീശോ യഥാന്യോഗാപനുത്തയേ. മഹത്യാം തീർത്ഥയാത്രായാം തത്രാഗൻ ഭാരതീഃ പ്രജാഃ വൃഷ്ണയശ്ച തദാ ക്രൂരവസുദേവാഹുഗാദയഃ യയുർഭാരത തൽക്ഷേത്രം സ്വം അഗം ക്ഷപൈഷ്ണവഃ ഗതപ്രദ്യുമ്ന സാമ്പാദ്യാഃ സുചന്ദ്ര സുഖസാരണൈഃ ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ച യൗദവഃ തേ രഥൈർദേവധിഷ്ണ്യാഭൈഃ ഹയൈശ്ച തരളപ്ലവൈഃ ഗജൈർനതദ്ഭിരഭ്രാഭൈഃ നൃഭിർവിദ്യാധരദ്യുഭിഃ വിരോചന്തമഹാതേജാഃ പതികാഞ്ചനമാലിനഃ ദിവ്യസ്രഗ്വസ്ത്രസന്നാഹാഃ കളത്രൈഘേചരാ ഇവ തത്ര സ്നാത്വാ മഹാഭാഗാ ഉപോഷ്യ സുസമാഹിതാഃ ബ്രാഹ്മണേഭ്യോ ദദുർദേനൂഃ വാസസ്രഗ്രുഗ്മമാലിനീഃ
രാമഹൃദേഷു വിധിവത് പുനരാപ്ലുത്യ വൃഷ്ണയഃ ദദുസ്വന്നം ദ്വിജാഗ്രേഭ്യഃ കൃഷ്ണേനോ ഭക്തിരസ്ത്വിതി സ്വയം ച തദനുജ്ഞാതാ വൃഷ്ണയ കൃഷ്ണദേവതാഃ ഭുക്ത്വാപവിവിശുക്കാമം സ്നിഗ്ധഛായാംഗ്രിപാംഗ്രിഷു തത്രാഗതാംസ്തേ തദൃശുഃ സുഹൃൽ സംബന്ധിനോ നൃപാൻ. മത്സ്യ ഉശീനര കൗസല്യ വിദർഭ കുരു സഞ്ജയാൻ കാംബോജ കൈകയാൻ മദ്രാൻ കുന്ദീൻ ആനർത്ത കേരളാൻ അന്യാംശ്ചൈവാത്മപക്ഷീയാൻ പരാംശ്ച ശതശോ നൃപ നന്ദാദീൻ സുഹൃദോ ഗോപാൻ ഗോപീശ്ചോൽഖണ്ഡിതാശ്ചിരം അന്യോന്യ സന്ദർശന ഹർഷരംഭസ പ്രോദ്ഭുല്ല ഹൃദ്വക്ത്ര സരോരുഹ ശ്രിയഃ ആശ്ലിഷ്യ ഗാഢം നയനൈ സ്രവജ്ജലാഃ ഹൃഷ്യത്വജോരുദ്ധഗിരോ യയുർമുദം സ്ത്രിയശ്ച സംവീക്ഷ്യമിതോതി സൗഹൃദസ്മിതാമലാപാംഗദൃശോഭിരേഭിരേ സ്തനൈസ്തനാൻ കുങ്കുമപങ്കരൂഷിതാൻ നിഹത്യതോർഭിഃ പ്രണയാശ്രുലോചനാഃ. തതോഭിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിതാഃ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രുഃ കൃഷ്ണകഥാമിതഃ പൃഥാ ഭ്രാതॄൻ സ്വസൃർവീക്ഷ്യ തൽപുത്രാൻ പിതരൗ അപി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഹൗ സങ്കതയാ ശുചഃ. കുന്തിവാച ആര്യ ഭ്രാതരഹം മന്യേ ആത്മാനം അകൃതാശിഷം യദ്വാ ആബൽസു മദ്വാർത്താം നാനുസ്മരധ സത്തമാഃ സുഹൃദോ ജ്ഞാതയഃ പുത്രാഃ ഭ്രാതരഃ പിതരാവപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവം അദക്ഷിണം. വസുദേവ ഉവാച അംബ മാസ്മാനസൂയേത ദൈവക്രീഡനകാൻ നരാൻ ഈശസ്യ ഹി വശേ ലോകഃ കുരുതേ കാര്യദേ ദവാം കംസപ്രതാപിതാ സർവേ വയം ജ്ഞാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേനാസാദിതാ സ്വസഃ. ശ്രീശുക ഉവാച വസുദേവോഗ്രസേനാദ്യൈഃ യതുഭിസ്തേ അർച്ചിതാ നൃപാഃ ആസന്നച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഃ. ഭീഷ്മോ ദ്രോണോംബികാപുത്രോ ഗാന്ധാരീ സസുതാ തഥാ സദാരാ പാണ്ഡവാ കുന്തി സഞ്ജയോ വിദുരകൃപഃ. കുന്തിഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിത് മഹാൻ പുരുജിദ്രുപദഃ ശല്യോ ദൃഷ്ടകേതുഃ സ കാശിരാട്. ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമന്യുഃ സുശർമാ ച സസുരാ ബാൽഹികാദയഃ. രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുവ്രതാഃ ശ്രീനികേതം വപുഃ ശൗരേഃ സസ്ത്രീകം വീക്ഷ്യ വിസ്മിതാഃ. അധ തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ പ്രശശംസുർമുദാ യുക്താ വൃഷ്ണീൻ കൃഷ്ണപരിഗ്രഹാൻ. അഹോ ഭോജപദേ യൂയം ജന്മഭാജോ നൃണാമിഹ യത് പശ്യതാ സകൃത് കൃഷ്ണം ദുർദർശമഭിയോഗിനാം. യദ്വിശ്രുതി ശ്രുതിനുദേതമലം പുനാദി പാദാവനേ ജലഭയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലഭർജിതഭഗാഭി യദംഘ്രിപദ്മസ്പർശോക്ത ശക്തിരഭിവർഷതി നോഖിലാർത്താൻ. തദ്ദർശന സ്പർശനാനുപദ പ്രജൽപശയ്യാസനാശന യൗന സയൗന സപിണ്ഡബന്ധഃ യേഷാം ഗൃഹേ നിരയപത്മനിവർത്തതാം വഃ സ്വർഗാപവർഗവിരമഃ സ്വയമാസ വിഷ്ണുഃ. ശ്രീശുക ഉവാച നന്ദസ്തത്ര യദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണപുരോഗമാൻ തത്രാഗമദ്വൃതോ ഗോപൈർ അനസ്ഥാർത്തൈർദിദൃക്ഷയാ. തം ദൃഷ്ട്വാ വൃഷ്ണയോ ഹൃഷ്ടാഃ തന്വഃ പ്രാണമിവോത്ഥിതാഃ പരിഷസ്വജിരേ ഗാഢം ചിരദർശനകാതരാഃ. വസുദേവഃ പരിഷ്വജ്യ
സംപ്രീത പ്രേമ വിഹ്വലഃ സ്മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ കൃഷ്ണരാമൗ പരിഷ്വജ്യ പിതരൗ അഭിവാദ്യ ച ന കിഞ്ചനോ ജഗുഃ പ്രേംണ സാശ്രുകണ്ഠൗ കുരുദ്വഃ തൗ ആത്മാസനമാരോപ്യ ബാഹുഭ്യാം പരിരഭ്യ ച യശോദാ ച മഹാഭാഗാ സുതൗ വിജഹദുശ്രുചഃ രോഹിണീ ദേവകീ ചാദ പരിഷ്വജ്യ വ്രജേശ്വരീം സ്മരന്ത്യൗ തൽകൃതാം മൈത്രീം ബാഷ്പകണ്ഡ്യൗ സമൂചതുഃ കാ വിസ്മരേതവാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരി അവാപ്യാപ്യൈന്ദ്രമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയാം ഏതാവദൃഷ്ടപിതരൗ യുവയോഃ സ്മ പിത്രോഃ സംപ്രീണനാഭ്യുദയ പോഷണപാലനാനി പ്രാപ്യോഷതുർഭവതി പക്ഷ്മഃ യദ്വദക്ഷ്ണോഃ ന്യസ്തൗ അകുത്ര ച ഭയൗ ന സതാം പരസ്വഃ ശ്രീശുക ഉവാച ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടം യൽപ്രേക്ഷണേ ദൃശിഷു പക്ഷ്മകൃതം ശപന്തി ദൃഗ്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവാഃ തദ്ഭാവമാപുരപി നിത്യയുജാം ദുരാപം ഭഗവാൻ താസ്തദാ ഭൂതാ വിവിക്ത ഉപസംഗതഃ ആശ്രിഷ്യാനാമയം പൃഷ്ട്വാ പ്രഹസന്നിതമബ്രവീത് അപിസ്മരത നഃ സഖ്യഃ സ്വാനാം അർത്ഥചികീർഷയാ ഗദാൻ ചിരായിതാൻ ശത്രുപക്ഷക്ഷപണചേതസഃ അപ്യവദ്ധ്യായതാസ്മാൻ സ്വിത അകൃതജ്ഞാവിശങ്കയാ നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിയുനക്തി ച വായുർയഥാ ഗനാനീകം തൃണം തൂലം രജാംസി ച സംയോജ്യാക്ഷിപതേ ഭൂയഃ തദാ ഭൂതാനി ഭൂതകൃത മയി ഭക്തിഃ ഭൂതാനാം അമൃതത്വായ കൽപ്പതേ ദിഷ്ട്യാ യദാസീത് മത്സ്നേഹോ ഭവതീനാം മദാപനഃ അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം ബഹിഃ ഭൗതികാനാം യദാഖം വാഹ ഭൂർവായുർ ജ്യോതിരംഗനാഃ ഏവം ഹ്യേതാനി ഭൂതാനി ഭൂതേഷ്വാത്മാത്മനോ ആത്മനാ തതഃ ഉഭയം മയ്യതപരേ പശ്യതാഭാദമക്ഷരേ ശ്രീശുക ഉവാച അധ്യാത്മശിക്ഷയാ ഗോപ്യഃ ഏവം കൃഷ്ണേന ശിക്ഷിതാഃ തദനുസ്മരണദ്വസ്ത ജീവകോശാസ്തമദ്യഗൻ ആഹുശ്ച തേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്യുദിയാത് സദാ നഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ വൃഷ്ണിഗോപസംഗമോ നാമ ദ്വ്യശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം.
ഹരിയോ ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 82-ാം അധ്യായം. നമ്മൾ ഇന്നലെ ഒരു ക്ലാസ് കഴിഞ്ഞു, അതിൻ്റെ തുടർച്ചയാണ്. 82-ാം അധ്യായം അന്ന് ഉണ്ടായതായിട്ടുള്ള, ആ കാലത്ത് സംഭവിച്ചതായിട്ടുള്ള ഒരു വലിയ സൂര്യഗ്രഹണം, പ്രളയകാലത്ത് എല്ലാം ആവരണം ചെയ്യപ്പെടും പോലെ ആ ഗ്രഹണം കൊണ്ടെല്ലാം ആവരണം ചെയ്യപ്പെടുത്ത വലിയ ഗ്രഹണം. അപ്പോൾ എല്ലാവരും നേരത്തെ കൂട്ടി തന്നെ അതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ട് എല്ലാ ദേശത്തു നിന്നും ആ സമന്തപഞ്ചക ക്ഷേത്രത്തിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി, തീർത്ഥാടനത്തിനായി എല്ലാവരും അവിടേക്ക് ചെല്ലുകയാണ്. എവിടെയാണോ പരശുരാമസ്വാമി തൻ ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരെയൊക്കെ 21 വട്ടം ഉന്മൂലനം ചെയ്ത് ആ പാപം കഴുകിക്കളയാനായിക്കൊണ്ട് 5 ഹ്രദങ്ങൾ നിർമ്മിച്ചത്, എവിടെയാണോ അദ്ദേഹം വാസ്തവത്തിൽ പാപങ്ങളാലൊന്നും ബാധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം യാഗങ്ങളും മറ്റുമൊക്കെ നടത്തി ലോകസംഗ്രഹാർത്ഥമായിട്ട് ആ സ്ഥലത്തേക്കാണ്, ആ ദേശത്തേക്കാണ്, സമന്ത പഞ്ചകത്തിലേക്കാണ് ഭാരതത്തിലുള്ള സകല പ്രജകളും, ആ കൂട്ടത്തിൽ വൃഷ്ണികളും, ആ വൃഷ്ണികളുടെ കൂട്ടത്തിൽ അക്രൂരൻ, വസുദേവൻ, ആഹുകൻ മുതലായവരും, മുതിർന്നവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഭഗവാന്റെ ആ ഭാര്യമാരോടും കൂടിയുള്ള യാത്ര. ഓരോരുത്തരും അവിടെ ചെന്ന് പാപം കഴുകിക്കളയാനായിക്കൊണ്ട്, അതിൽ ഭഗവാന്റെ പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഗദൻ, പ്രദ്യുമ്നൻ, സാമ്പൻ, സുചന്ദ്രൻ, സുഗൻ, സാരണൻ മുതലായവരും അനിരുദ്ധനെയും കൃതവർമാവിനെയുമാണ് ദ്വാരകാപുരി രക്ഷിക്കാൻ കാവലിനായിട്ട് ഏർപ്പെടുത്തിയത്. ഇവര് നല്ല തിരമാലകൾ പോലെ പോകുന്നതായിട്ടുള്ള, കുതിരകളെ കെട്ടിയതായിട്ടുള്ള രഥങ്ങളിലും ആനപ്പുറത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഭഗവാനും കൂട്ടരും അവിടേക്ക് ചെല്ലുകയാണ്. സ്വർണമാലകളൊക്കെ ധരിച്ച ഭടന്മാരും മറ്റുമൊക്കെ ആയിട്ട് എല്ലാവരും ശോഭിക്കുകയാണ്. അവിടെ ചെന്ന് അവർ സ്നാനാദികൾ ചെയ്തു, ഉപവാസാദികൾ ചെയ്തു. ബ്രാഹ്മണന്മാർക്ക് ധേനുക്കളെ ധാരാളം ദാനം ചെയ്തു. വസ്ത്രവും സ്വർണമാലയും ധരിച്ച ധേനുക്കളെയാണ് ദാനം ചെയ്തത്. വീണ്ടും ആ പരശുരാമ നിർമ്മിതമായിട്ടുള്ള ഹ്രദത്തിൽ വിധിവത് ആപ്ലുത്യ, വിധിപ്രകാരം വീണ്ടും സ്നാനാദികൾ ചെയ്തു. നല്ല അന്നദാനം ബ്രാഹ്മണർക്കും മറ്റുമൊക്കെ കൊടുത്തു. കൃഷ്ണനിൽ ഞങ്ങൾക്ക് ഭക്തിയുണ്ടാകട്ടെ എന്ന് അവരെല്ലാം പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ആജ്ഞ കിട്ടിയതിന് ശേഷം വൃഷ്ണികളും അഥവാ യാദവന്മാരൊക്കെ ഭക്ഷണമെല്ലാം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് അവരവിടെ വൃക്ഷഛായകളിലും മറ്റുമൊക്കെ അതിൻ്റെ മൂലങ്ങൾ, വൃക്ഷമൂലങ്ങളിലുമെല്ലാം നിലയുറപ്പിച്ചു. ആ സമയത്ത് അവിടെ വന്നു ചേർന്നതായിട്ടുള്ള സുഹൃത്തുക്കൾ, സംബന്ധികൾ മുതലായവരെ ദർശിച്ചു. മത്സ്യദേശം, ഉശീമരദേശം, കൗസല്യദേശം, വിദർഭദേശം, കുരുദേശം, സൃഞ്ജയദേശം, കാംബോജദേശം, കൈകയദേശം, മദ്രദേശം, കുന്തിദേശം, ആനർത്തദേശം, കേരളദേശം, ഇങ്ങനെയുള്ള ദേശങ്ങളിൽ നിന്നെല്ലാം വന്നു ചേർന്ന പ്രമുഖരായ രാജാക്കന്മാരെയും മറ്റുമെല്ലാം അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഭഗവാനെ അനുകൂലിക്കുന്നതായിട്ടുള്ള ആളുകളും എതിർക്കുന്നതായിട്ടുള്ള ആളുകളെയും ഒക്കെ അവിടെ വെച്ച് കണ്ടു. ആ കൂട്ടത്തിൽ നന്ദാദികളായ സുഹൃത്തുക്കളായ ഗോപന്മാരെ, അതുപോലെ ഗോപികമാർ, ഉത്കണ്ഠിതാസ്ഥിരം, വളരെ കാലമായി ഭഗവാനെ കാണാൻ കൊതിയോടുകൂടി ഇരിക്കുന്നവരായ ഗോപികമാരെയും അവിടെ വെച്ച് കണ്ടു. പരസ്പരം കണ്ട ആ ഒരു ആനന്ദത്തിൻ്റെ വേഗം കൊണ്ട്, ആ ഹർഷത്തിൻ്റെ വേഗം കൊണ്ട്, ശക്തി കൊണ്ട് വിരിഞ്ഞ ഹൃദയവും വികസിച്ച മുഖവും താമര പോലെ വികസിച്ച മുഖവുമായിട്ടുള്ള ആളുകൾ തമ്മിൽ ഗാഠമാശ്ലേഷിക്കുകയാണ്. കണ്ണുനീർ ആനന്ദാശ്രുക്കളെ പൊഴിക്കുകയാണ്.
ശരീരത്തിൽ രോമാഞ്ചവും അവരുടെ ഗദ്ഗത കണ്ടതയും ഒക്കെ പ്രാപിക്കുന്നു. സംസാരിക്കാൻ പോലും ആ വികാരാധിക്യം കൊണ്ട് അവർക്ക് കഴിയുന്നില്ല. അതേപോലെ സ്ത്രീകളും പരസ്പരം കണ്ട് അതിസൗഹൃദത്തോടുകൂടി പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അവരുടെ സ്തനങ്ങൾ കൊണ്ട് അല്ലെ ആലിംഗനബദ്ധരായിത്തീരുമ്പോൾ കുങ്കുമരൂഷിതങ്ങളായ സ്തനങ്ങൾ പരസ്പരം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിഹത്യ രണ്ട് കൈകളെ കൊണ്ടും അവർ ആലിംഗനബദ്ധരായി ആ പ്രണയാശ്രുലോചനകളായി പ്രേമപൂർവമായിട്ടുള്ള കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് ഈ സ്ത്രീകളും. അങ്ങനെയുള്ള രംഗമാണ് നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. തുടർന്ന് കാണാം. തതോ വിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിതാഃ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രുഃ കൃഷ്ണകഥാമിതഃ. തതോ വിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിതാഃ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രുഃ കൃഷ്ണകഥാമിതഃ. തതഃ തേ വൃദ്ധാനഭിവാദ്യ. അനന്തരം ആ ഭഗവാനും ഇവർ തമ്മിൽ കാണുന്നവരുമായിട്ട് വൃദ്ധന്മാരെ അങ്ങോട്ട് എന്ന് വെച്ചാൽ പ്രായത്തിൽ മുതിർന്നവരെ അങ്ങോട്ട് വന്ദിച്ചിട്ട് യവിഷ്ടൈഹി അഭിവാദിതാഃ. യവീയന്മാര് യവിഷ്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ താഴെയുള്ളവർ. അപ്പൊ പ്രായത്തിൽ താഴെയുള്ളവരാൽ തിരിച്ച് നമസ്കരിക്കപ്പെട്ട അഭിവാദനം ചെയ്യപ്പെട്ടവരായിട്ട്. അപ്പൊ അങ്ങനെ പ്രായത്തിനനുസരിച്ചാണ് നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അങ്ങനെ അഭിവാദിതാഃ സ്വാഗതം കുശലം പൃഷ്ട്വാ. പരസ്പരം സ്വാഗതവചനങ്ങളെ, എന്തായാലും നിങ്ങൾ വന്നത് നന്നായി, കാണാൻ കഴിഞ്ഞുവല്ലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, വിശേഷിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, വേറെ ദുഃഖങ്ങളൊന്നും ഇല്ലല്ലോ, എന്നിങ്ങനെ കുശല പ്രശ്നങ്ങളും സ്വാഗതവും പറഞ്ഞിട്ട് സ്വാഗതം കുശലം പൃഷ്ട്വാ മിതഃ കൃഷ്ണകഥാഃ ചക്രുഃ. ആ രാജാക്കന്മാരൊക്കെ പരസ്പരം കൃഷ്ണകഥകളെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും തമ്മിൽ പറയാൻ അവരുടെ വിശേഷങ്ങളെക്കാൾ ഭഗവാന്റെ കഥകളെ പറയുന്നു എന്നാ പറയണം. അപ്പോൾ ആ കുരുക്ഷേത്രത്തിൽ സമന്തപഞ്ചകത്തിൽ വന്നു ചേർന്നവരെല്ലാം കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നു. കൃഷ്ണന്റെ വിശേഷങ്ങളാണ് അവർ പറയുന്നത്. അവരെല്ലാം കൃഷ്ണനെ കാണാൻ കൊതിയോടുകൂടി വന്നവരാണ്. അപ്പൊ അവരൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഓരോരുത്തരും തമ്മിൽ കാണുകയാണ്. അവരൊക്കെ കാണുമ്പോൾ കൃഷ്ണകഥകൾ പറയുന്നു. തതോ വിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിതാഃ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രുഃ കൃഷ്ണകഥാമിതഃ. പൃഥാ ഭ്രാതॄൻ സ്വശ്രീർവീക്ഷ്യ തൽപുത്രാൻ പിതരൗ അപി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഹൗ സങ്കദയാ ശുചഃ. പൃഥാ ഭ്രാതॄൻ സ്വശ്രീർവീക്ഷ്യ തൽപുത്രാൻ പിതരാവപി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഹൗ സങ്കദയാ ശുചഃ. ഇവിടെ പ്രദാദേവി, കുന്തിദേവി, ആ കുന്തിദേവി ഭ്രാതൃൻ വീക്ഷ്യ, ഭ്രാതൃൻ സ്വശ്രീർ വീക്ഷ്യ, തന്റെ ഭ്രാതാക്കളെയും സഹോദരിമാരെയും കാണുന്നു. തൽപുത്രാൻ പിതരൗ അപി, ആ സഹോദരന്മാരുടെ പുത്രന്മാരെയും അതുപോലെ പിതൃതുല്യരായിട്ടുള്ള ആളുകളെയും ഭ്രാതൃപത്നീഹി, ഭ്രാതാക്കളുടെ പത്നിമാരെയും മുകുന്ദം ച, ഭഗവാൻ കൃഷ്ണനെയും കണ്ടിട്ട് വീക്ഷ്യ ജഹൗ സങ്കതയാ ശുചഃ. ശുചഃ ജഹൗ, ശോകത്തെ ഉപേക്ഷിച്ചു, വെടിഞ്ഞു. സങ്കതയ, നല്ല പരസ്പരം സംഭാഷണം ചെയ്ത് അന്യോന്യം സംകഥനം ചെയ്തുകൊണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു. ശുചഃ ജഹൗ, ശോകത്തെ വെടിഞ്ഞു, ഉപേക്ഷിച്ചു. ഇവിടെ കുന്തിദേവി ജനിച്ചപ്പോ അച്ഛനായ ശൂരസേനൻ തന്റെ സുഹൃത്തായ കുന്തിഭോജന്
ദത്ത് കൊടുത്തതാണ്, വളർത്താൻ കൊടുത്തതാണ്. അതിനുശേഷം കുന്തിദേവി തൻ്റെ സഹോദരങ്ങളെ ഒന്നും കണ്ടിരുന്നില്ല. വസുദേവരും അതുപോലെ വസുദേവരുടെ സഹോദരന്മാരുണ്ട്, അക്രൂരാദികൾ ഒക്കെ കസിൻസാണ്, സഹോദരന്മാരാണ്. അപ്പോൾ അവരെയൊക്കെ പ്രത്യേകിച്ച് വസുദേവരെ കണ്ടിട്ടേ ഇല്ല. അക്രൂരനെ കണ്ടു കാണും. അക്രൂരനെ കാണാൻ വഴിയുണ്ട്. അക്രൂരൻ ദൂതു പോയിട്ടുണ്ട്. ഹസ്തിനപുരത്തേക്ക് ദൂതു പോകുമ്പോൾ അവിടെ കുന്തി ഉണ്ടായിരുന്നു. ഒരാഴ്ച അക്രൂരൻ അവിടെ താമസിച്ച് നമ്മളതൊക്കെ 49-ാം അധ്യായത്തിലോ മറ്റേ കണ്ടു. ഭഗവാൻ പറഞ്ഞയച്ചിട്ട് അക്രൂരൻ ധൃതരാഷ്ട്രയെ കണ്ട് അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് വരുന്ന ആ രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും വസുദേവരെ കണ്ടിട്ടില്ല, അതുപോലെ വസുദേവരുടെ സഹോദരന്മാർ മറ്റുള്ളവരെയും കണ്ടിട്ടില്ല, വസുദേവ പത്നിമാരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പരിഭവം ഉള്ളിലുണ്ട്, വിഷമമുണ്ട് ഉള്ളിൽ. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഭഗവാനെ കണ്ടു കാണും. ഭഗവാൻ ഒരിക്കൽ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയത്തിനും മറ്റുമൊക്കെ അല്ലേ, രാജസൂയത്തിന് മുമ്പാണ് ഈ തീർത്ഥയാത്ര. ശരിയാണ്. ഭഗവാൻ ഇവരുടെയൊക്കെ പാഞ്ചാലി സ്വയംവര സമയത്താണ് ആദ്യമായിട്ട് ഭഗവാൻ കുന്തിദേവിയെ കാണുന്നത്. അതുണ്ട്, അപ്പം കണ്ടിട്ടുണ്ട്. പാഞ്ചാലിയുടെ സ്വയംവരം കഴിഞ്ഞ് 5 ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവന്മാർ പാഞ്ചാലിയെയും കൊണ്ട് ആ ഒളിവിൽ താമസിക്കുന്ന ഏകചക്ര ഗ്രാമത്തിലോ മറ്റേ പ്രച്ഛന്ന വേഷധാരികളായ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രച്ഛന്ന വേഷത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പിന്നാലെ വരും ഭഗവാൻ. ഇവരെവിടേക്കാ പോണതെന്ന് അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ഇവരുടെ താവളം കണ്ടുപിടിക്കുകയും ഇങ്ങനെ ഇവരെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാനും കുന്തിയും തമ്മിൽ മുമ്പേ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇവിടെ വീണ്ടും കാണുകയാണ്. അപ്പോൾ എന്തായാലും പൃഥാ ഭ്രാതൃൻ, തൻ്റെ ഭ്രാതാക്കളെയും സ്വസൃഹ്, തൻ്റെ സ്വസാക്കളെയും, സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരിമാര്, പൃഥയുടെ സഹോദരിമാരാണ് ശിശുപാലൻ്റെ അമ്മ, ദന്തവക്ത്രൻ്റെ അമ്മ, മിത്രവിന്ദയുടെ അമ്മ അല്ലേ, ഭഗവാന്റെ പത്നിയായ മിത്രവിന്ദയുടെ അമ്മ ഭഗവാന്റെ ഈ കുന്തിയുടെ സഹോദരിയാണ്. അതേപോലെ ഭദ്രയുടെ അമ്മ. അവരെയൊക്കെ കുറിച്ച് വിവാഹ സമയത്ത് 58-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഇന്നവരുടെ മക്കളെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്ന്. വിന്ദാനുവിന്ദന്മാരുടെ സഹോദരിയായ മിത്രവിന്ദയെ വിവാഹം കഴിച്ചപ്പോൾ ആ വിന്ദാനുവിന്ദന്മാരുടെ അമ്മയുടെ പേര് രാജാതിദേവി എന്നോ മറ്റായിരുന്നു. അതേപോലെ ഭദ്രയുടെ ശ്രുതകീർത്തി എന്ന് പറയുന്ന അമ്മയുടെ മകളാണ് ഭദ്ര. അപ്പോൾ ശ്രുതകീർത്തിയും രാജാതിദേവിയും അതേപോലെ ശിശുപാലൻ്റെ അമ്മയും ദന്തഭക്തന്റെ അമ്മയും 4 പേര് കുന്തിദേവിയുടെ സഹോദരിമാരാണ്, വസുദേവരുടെ സഹോദരിമാരാണ്. അപ്പോൾ അതാത് ദേശത്തു നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഇതാണ് പൃഥാ ഭ്രാതൃൻ സ്വസൃഹ്, സ്വസാക്കളെയും സഹോദരിമാരെയും, തൽപുത്രാൻ അവരുടെയൊക്കെ പുത്രന്മാരെയും, സഹോദരിമാരുടെ പുത്രന്മാരെ കണ്ടിട്ടുണ്ടാവും, സഹോദരന്മാരുടെ പുത്രന്മാരെ കണ്ടിട്ടുണ്ടാവും. പിതരൗ അപി, പിതരൗ അപി എന്ന് പറയുമ്പോൾ കുന്തിദേവിയുടെ പിതാവാരാണ്? ശൂരസേനൻ. വസുദേവരുടെയും പിതാവായ ശൂരസേനനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും അവിടെ വെച്ച് കാണുന്നുണ്ടാവും തീർച്ച. അപ്പൊ അങ്ങനെ പിതാക്കന്മാരെയും ഭ്രാതൃപത്നീഹി, ഭ്രാതാവായ വസുദേവരുടെ അനേക പത്നിമാരുണ്ട്, ആ പത്നിമാരെയും മുകുന്ദം ച വീക്ഷ്യ, ആ മുകുന്ദൻ മോക്ഷദാതാവായ ശ്രീകൃഷ്ണനെയും കണ്ടിട്ട് സങ്കതയാ ശുചഹ ജഹോ, സങ്കതയ സമ്യക്കായിട്ടുള്ള പരസ്പരമുള്ള സംഭാഷണം കൊണ്ട്, അന്യോന്യ കഥനം കൊണ്ട് അവരുടെ ദുഃഖങ്ങളെയെല്ലാം ഉപേക്ഷിച്ചു. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് ആ സങ്കഥനത്തിൻ്റെ ഒരു രൂപം എന്താണെന്ന്
സാമ്പിൾ പിന്നീട് കാണിച്ചു തരികയാണ് അടുത്ത വരികൾ. കുന്തിയുടെ പരിഭവം അവതരിപ്പിക്കലും വസുദേവരുടെ മറുപടിയും രണ്ടും കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. കുന്തിവാച ആര്യഭ്രാതരഹം മന്യേ ആത്മാനം അഗതാശിഷം യദ്വാ ആപൽസുമദ്വാർത്താം നാനുസ്മരത സത്തമാഹ. കുന്തിവാച ആര്യഭ്രാതരഹം മന്യേ ആത്മാനം അകൃതാശിഷം യദ്വാ ആപൽസുമദ്വാർത്താം നാനുസ്മരത സത്തമാഹ. ആര്യഭ്രാത, കുന്തി ജ്യേഷ്ഠനായ വസുദേവരെ സംബോധന ചെയ്യണം. ആര്യ ശബ്ദം ജ്യേഷ്ഠൻ എന്നർത്ഥം തന്നെയാണ്. അപ്പോൾ ജ്യേഷ്ഠനായ ഭ്രാതാവേ, എൻ്റെ ഏട്ടാ, അല്ലേ? നമ്മളെ ഏട്ടാ എന്നും ചേട്ടാ എന്നും ഒക്കെ ഓരോരുത്തർ ഓരോ പ്രാദേശിക വ്യത്യാസത്തിനനുസരിച്ച് വിളിക്കുന്നു. എന്തായാലും ഇവിടെ ആര്യഭ്രാത എന്ന് പറഞ്ഞാൽ ആ ഏട്ടനെ വിളിക്കുന്ന വിളിയാണ്. അല്ലയോ ജ്യേഷ്ഠ. ആര്യഭ്രാത ആത്മാനം അകൃതാശിഷം അഹം മന്യേ. ആത്മാനം, എന്നെക്കുറിച്ച്, അകൃത ആശിഷം, ഞാൻ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തവളാണ്, ആശിസ്സുകൾ ചെയ്യാത്തവളാണ്. സൽക്കർമ്മങ്ങൾ എന്നർത്ഥത്തിലാണ് അവിടെ ആശിസ്സുകൾ. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളൊന്നും നേടാത്തവളാണ്. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ, ആശിസ്സുകൾ എപ്പോഴാണ് കിട്ടുക? നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. എത്ര നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ നല്ല കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുന്നവരൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആശംസിക്കും. നേരിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടി പരോക്ഷമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരുന്നാലോ, ബന്ധുക്കളെ ആവട്ടെ, നാട്ടുകാരെ ആവട്ടെ, സഹോദരന്മാരെ ആവട്ടെ ഒക്കെ വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ അവരൊക്കെ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും. നേരിട്ട് ശാപം കേൾക്കേണ്ട ആവശ്യമില്ല, അവരുടെ മനസ്താപം തന്നെയാണ് ശാപം. അപ്പൊ ഇത് പ്രത്യക്ഷമായിട്ട് വേണമെന്നില്ല. ആളുകൾ നമ്മളെ പ്രത്യക്ഷമായിട്ട് വന്ന് നീ മോശമായി പോ, നീ നശിച്ചു പോ എന്ന് പറഞ്ഞ് ശപിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ തപിപ്പിച്ചാൽ മതി, വേദനിപ്പിച്ചാൽ മതി. അപ്പം അത് ശാപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. എപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹപൂർവം സഹായങ്ങൾ ചെയ്യുന്നുവോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ, ദാനധർമാദികൾ ചെയ്യുന്നുവോ, ആളുകളോട് നല്ല വാക്കുകൾ പറയുന്നുവോ, കായികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുവോ, അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഒരു കുളിർമ ഉണ്ടാവും, ഒരു ശാന്തി ഉണ്ടാവും, നമ്മളെക്കുറിച്ച് ഒരു ആശംസ ഉണ്ടാവും. പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ കൂടി മനസ്സുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അതാണ് കൃത ആശിസ് എന്ന് പറയുന്നത്. സൽക്കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആശീർവദിക്കുന്നത്, ആശിസ്സുകൾ നേരുന്നത് കൃത ആശിസ്. അകൃത ആശിസ് എന്ന് പറഞ്ഞാലോ, നല്ല കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചിലപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ടും ഉണ്ടാവാം. അതുകൊണ്ടാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും വരുന്നത്. അപ്പൊ ഞാൻ സുഹൃതമില്ലാത്തവളായിരുന്നു എന്ന് ഞാൻ എന്നെക്കുറിച്ച് കരുതുന്നു. എന്താ കാര്യം? എന്തെന്നാൽ സത്തമാഹായൂയം ആബൽസുവാ മധുവാർത്താം നാനുസ്മരത. സത്തമാഹായൂയം, സത്തമന്മാരായ ശ്രേഷ്ഠന്മാരായ നിങ്ങളൊക്കെ എനിക്ക് നല്ല ജ്യേഷ്ഠന്മാര് ബന്ധുക്കളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല. അതാണ് ആബൽസുവ. നല്ല കാലത്ത് പോട്ടെ, നല്ല കാലത്ത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും വലിയ ദോഷമില്ല. ആപത്തുണ്ടാവുമ്പോഴെങ്കിലും ബന്ധുക്കളെ തിരിഞ്ഞു നോക്കണ്ടേ? ഇവിടെ എനിക്ക് ആപത്തുകൾ ഉണ്ടായിട്ട് പോലും മധുവാർത്താം അനുസ്മരത, നിങ്ങൾ എന്നെക്കുറിച്ച് അല്പം പോലും അനുസ്മരിച്ചില്ല. യൂയം ന അനുസ്മരത, നിങ്ങൾ അനുസ്മരിച്ചതേ ഇല്ല. അപ്പൊ അത് നിങ്ങളുടെ കുറ്റമായിട്ടല്ല പറയണത്, എന്റെ സുഹൃത ദോഷം. ഞാൻ സുഹൃതം ചെയ്തിട്ടില്ല, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, അന്വേഷണം, ഇതൊക്കെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള യോഗം എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ
സുഹൃതിയല്ല പാപിയാണെന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ കുറ്റപ്പെടുത്തുന്നില്ല നേരിട്ട്, എന്നാലും ഒരു പരിഭവമുണ്ട്. ആപത്ത് കാലത്തെങ്കിലും എന്നെ ഒന്ന് അനുസ്മരിക്കണ്ടേ, ഞാൻ എന്തെല്ലാം ആപത്തുകളിലൂടെ കടന്നുപോയി അല്ലേ? അത് ഭഗവാനോട് പറയുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ്. വിഷാദ് മഹാഗ്നേഹേ പുരുഷാദ ദർശനാദ് അസത്സഭായാഹ വനവാസകൃത്സ്രദ. അതിൽ അസത്സഭയും വനവാസകൃത്സ്രമൊന്നും ഇപ്പം ആയിട്ടില്ല. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, വിധവയായി, കുട്ടികളെയും കൊണ്ട് കുറേ കാലം വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. പിന്നീട് നാട്ടിലേക്ക് വന്നു. ജനങ്ങളുടെയും മുനിമാരുടെയൊക്കെ നിർബന്ധം കൊണ്ട് വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവന്മാർ പാണ്ഡവന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭീമസേനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു. അരക്കില്ലത്തിൽ വെച്ച് ഇവരെ തീ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഇന്ദ്രപ്രസ്ഥമൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുപോലെ ചൂതുകളിയോ വനവാസമോ ഒന്നും ആയിട്ടില്ല. മഹാഭാരത യുദ്ധം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഈ യാത്രയിൽ അവരെല്ലാം അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആപത്ത് കാലത്ത് പോലും നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. അതിന് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് അതിനുള്ള സുഹൃതം ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കും നമ്മുടെ കഷ്ടകാലത്ത് സഹായിക്കാൻ ബന്ധുക്കൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ നല്ലോണം സുഹൃതം ചെയ്യുമ്പോഴാണ്. അപ്പം അതിനുവേണ്ടി കൊടുത്തു വെക്കണം. സുഹൃതം ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സുഹൃതം ചെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് കഷ്ടകാലം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ സ്നേഹിക്കാനും സഹായിക്കാനും ഉണ്ടാകും. അതല്ലെങ്കിൽ കഷ്ടപ്പാട് വരുമ്പോൾ എല്ലാ കഷ്ടപ്പാടും കൂടി മേലേക്ക് മേലെ വരികയും ചെയ്യും. ആരും താങ്ങാനുണ്ടാവില്ല, കൂടെ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് പാടുപെടേണ്ടി വരും. അപ്പം അതുകൊണ്ട് ബന്ധുക്കളോടും മറ്റുമൊക്കെ ചെയ്യേണ്ട കടമകളെല്ലാം എല്ലാവരും എപ്പോഴും ചെയ്യുക. നിഷ്കളങ്കമായി ചെയ്യുക. ഇതെല്ലാം എൻ്റെ ധർമ്മമാണെന്ന് കരുതി എപ്പോഴും ചെയ്യുക. സമൂഹത്തോട് ചെയ്യേണ്ട കടമകളുണ്ട്, അതെല്ലാം ചെയ്യുക. പഞ്ചമഹായജ്ഞങ്ങൾ നിർവഹിക്കുക. പഞ്ചമഹായജ്ഞങ്ങൾ നിർവഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഒന്നാമത് ആപത്തുകൾ വരികയില്ല. വന്നാൽ തന്നെ അത് വളരെ വേഗത്തിൽ ചുരുങ്ങിയതായിട്ട് പോകും. അപ്പോൾ ധാരാളം ആളുകൾ താങ്ങാനും കൂടെയുണ്ടാകും. അല്ലാത്തവർ, സ്വാർത്ഥരായിട്ടുള്ളവർ അവസാനം ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് നരകിച്ച് അന്ത്യം സംഭവിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു, സുഹൃദോ ജ്ഞാതയ പുത്രാഃ ഭ്രാതരഃ പിതരൗ അപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവം അദക്ഷിണം. സുഹൃദോ ജ്ഞാതയ പുത്രാഃ ഭ്രാതരഃ പിതരൗ അപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവം അദക്ഷിണം. ഒരു സുഭാഷിതം എന്ന് പറയാം, ഒരു സ്റ്റേറ്റ്മെന്റാണ്. എങ്കിലും തൻ്റെ പരിഭവവുമാണത്. എന്തൊക്കെയാണ് അവിടെ? യസ്യ ദൈവം അദക്ഷിണം. ആർക്കാണോ ദൈവം അദക്ഷിണമായിരിക്കുന്നത്, അദക്ഷിണം എന്ന് പറഞ്ഞാൽ ന ദക്ഷിണം പ്രതികൂലം എന്നർത്ഥം. ദക്ഷിണം എന്ന് പറയുന്നത് അനുകൂലം, പ്രദക്ഷിണം അല്ലെങ്കിൽ അദക്ഷിണം എന്ന് പറയുന്നത് പ്രതികൂലം എന്നർത്ഥം. അപ്പൊ ആർക്കാണോ ദൈവം പ്രതികൂലമായിരിക്കണം, ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ കർമ്മബലം, നമ്മുടെ വിധി, നമ്മുടെ പ്രാരബ്ധം, അൺസീനായിരിക്കുന്നതൊക്കെ ദൈവം, അദൃഷ്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോ ആർക്കാണോ ദൈവം അഥവാ ഈശ്വരനും നമ്മുടെ കർമ്മബലങ്ങളും നമ്മുടെ പ്രാരബ്ധവും എല്ലാം അദക്ഷിണം അഥവാ വിപരീതമായിരിക്കുന്നത്,
അങ്ങനെയുള്ള ഒരാൾക്ക് സ്വജനം സുഹൃത ജ്ഞാതയ പുത്രാഹ ഭ്രാതരഃ പിതരൗ അപി ന അനുസ്മരന്തി. അവരെ ഈ പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞവരൊന്നും ന അനുസ്മരന്തി, അനുസ്മരിക്കുകയില്ല, മറന്നേ പോകും. ഇങ്ങനൊരാള് നമ്മൾക്ക് ബന്ധുവായിട്ടുണ്ട്, സഹോദരനായിട്ടുണ്ട്, മകനായിട്ടുണ്ട്, മകളായിട്ടുണ്ട് എന്ന് മറന്നുപോകും. അതാണ് സുഹൃത, സ്നേഹിതന്മാര്, ജ്ഞാതയ രക്തബന്ധുക്കൾ, പുത്രാഹ പുത്രന്മാര്, ഭ്രാതരഃ സഹോദരന്മാര്, പിതരൗ അപി സ്വന്തം അച്ഛനമ്മമാർ പോലും അനുസ്മരന്തി അനുസ്മരിക്കുകയില്ല. അപ്പോൾ ദൈവാധീനം വേണം. ദൈവാധീനം ജഗത് സർവം. ഏത് കാര്യത്തിനും ദൈവാധീനം വേണം. ഇവിടെ ദൈവാധീനമില്ലാത്ത, സുഹൃതമില്ലാത്ത എന്നെ പോലെയുള്ള പാപികൾക്ക് ഈ പറഞ്ഞ ബന്ധുക്കളൊക്കെ ഉണ്ട്. ആരുണ്ടായിട്ട് എന്ത് കാര്യം? ആരെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കിയോ എൻ്റെ കഷ്ടകാലങ്ങളിൽ? അപ്പൊ എനിക്ക് ധാരാളം സുഹൃത്തുക്കള്, ബന്ധുക്കളുണ്ട്, പുത്രന്മാരുണ്ട്, സഹോദരന്മാർ, വസുദേവനെ പോലെയുള്ള ആളുകളുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ശൂരസേനൻ, അമ്മയുണ്ട്. ഇവരൊന്നും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. കാരണം എന്താ? ദൈവം അദക്ഷിണം, ദൈവം പ്രതികൂലമായിരുന്നു. അപ്പൊ തന്റെ വിഷമം ഈ രീതിയിൽ പരോക്ഷമായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. നേരിട്ട് ഇവരെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഭാഗ്യമില്ലായ്മ, എൻ്റെ പുണ്യമില്ലായ്മ, എൻ്റെ ദുഷ്കൃതം, ഇങ്ങനെ പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ആ സമയത്ത് വസുദേവർക്ക് സിമ്പതി തോന്നി, കഷ്ടം തോന്നി തൻ്റെ സഹോദരിയെക്കുറിച്ച്. പക്ഷേ തൻ്റെ അവസ്ഥ അതിലും മോശമായിരുന്നു. അപ്പൊ അത് സൂചിപ്പിക്കുകയാണ്. വസുദേവ ഉവാച അംബ മാസ്മാനസൂയേധ ദൈവക്രീഡനകാൻ നരാൻ ഈശസ്യ ഹി വശേ ലോകഃ കുരുതേ കാര്യതേ അധവാ. വസുദേവ ഉവാച അംബ മാസ്മാനസൂയേധ ദൈവക്രീഡനകാൻ നരാൻ ഈശസ്യ ഹി വശേ ലോകഃ കുരുതേ കാര്യതേ അധവാ. അപ്പോ വസുദേവർ മറുപടി പറയണം. വസുദേവ ഉവാച അംബ. നമ്മളൊക്കെ വിളിക്കാറുണ്ട് ചെറിയ കുട്ടികളെയും, അല്ലേ? അമ്മേന്ന് വിളിക്കും. എന്താ അമ്മ? കുഞ്ഞാണ്, പക്ഷെ എന്നാലും നമ്മൾ അമ്മ എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ആരെയും അമ്മ എന്ന് വിളിക്കും നമ്മൾ, പ്രായത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞാലും. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വാത്സല്യത്തോടെ അംബ, സഹോദരി എന്നാണ് അർത്ഥം. അല്ലയോ സഹോദരി, ദൈവക്രീഡനകാൻ നരാൻ അസ്മാൻ മാ അസൂയേതാഹ. അസ്മാൻ പ്രതി മാ അസൂയേതാഹ. ഞങ്ങളെക്കുറിച്ച് നീ ഏതെങ്കിലും തെറ്റിദ്ധാരണ വേണ്ട എന്നർത്ഥം. നമ്മൾ അസൂയ എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് ദ്വേഷം, മത്സരബുദ്ധി, തെറ്റിദ്ധാരണ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഞങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തരുത്, ഞങ്ങളെക്കുറിച്ച് മത്സരബുദ്ധി ഉണ്ടാവരുത്. എന്താ കാരണം? ഞങ്ങൾ ദൈവക്രീഡനകാൻ നരാനാണ്. ദൈവം അഥവാ വിധിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. വി ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. അല്ലേ? നമ്മൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. കളിപ്പാട്ടങ്ങൾക്ക്, യന്ത്രപ്പാവകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആ കളിപ്പാട്ടം കൊണ്ട് ആര് കളിക്കുന്നോ, ഏത് കുട്ടി കളിക്കുന്നുവോ അവന്റെ ഇഷ്ടത്തിന് കളിപ്പാട്ടങ്ങളെ വെച്ച് കളിക്കും. ഇതുപോലെ ഭഗവാന്റെ കയ്യിലെ വെറും ക്രീഡനകങ്ങളാണ് നമ്മൾ, കളിപ്പാട്ടങ്ങളാണ് നമ്മൾ. അപ്പൊ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഫ്രീ വില്ല് ഇല്ല എന്ന് പറയാം. ഫ്രീ വില്ല് വളരെ പരിമിതമായിട്ടുള്ള അളവിൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് ഈശ്വര കാരുണ്യം എന്നേ പറയാനുള്ളൂ. ഏതൊക്കെ ഫ്രീ വില്ലാണോ നമുക്ക് നൽകിയിരിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അത് വാസ്തവം പറഞ്ഞ ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മുടെ പൗരുഷമല്ലാതെ, നമ്മുടെ പൗരുഷം കൊണ്ട് നമുക്ക്
എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും എത്താൻ പറ്റും, ആരെയെങ്കിലും സഹായിക്കാൻ പറ്റും എന്നൊക്കെ കരുതുന്നത് മിഥ്യയാണ്. നമുക്ക് ആ പൗരുഷം അഥവാ ആ ഒരു സ്വാതന്ത്ര്യം, അത് ചെയ്യാനുള്ള കഴിവ് എല്ലാം ഈശ്വരൻ നൽകിയതാണ്. ഈശ്വരൻ ആ കഴിവ് നൽകിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഒരാൾക്ക് സഹായം വേണ്ട സമയത്ത് അവിടെ എത്താൻ കഴിയില്ല. ആരാണെങ്കിലും ശരി, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ശരി, ഒരാൾക്ക് സഹായത്തിന് എത്തണമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അയാൾക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിന് ഈശ്വരാനുഗ്രഹം വേണം. അതിനുള്ള മെറ്റീരിയലോ അതിനുള്ള ശക്തിയോ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. ചിലപ്പോ എന്താ പറയുക, ഒരാളെ നമ്മൾ സഹായിക്കാൻ പുറപ്പെടുമ്പോൾ അതിലും വലിയ ആപത്തിൽ നമ്മൾ പെടാം. അവർക്ക് ചെറിയ ആപത്ത് പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോവുകയായിരുന്നു, പോകുന്ന പോക്കിൽ അതിലും വലിയ ആപത്തിൽ നമ്മൾ പെടാം. നടക്കുന്നില്ല ഈ ലോകത്ത്. അവർക്ക് എന്തോ വീണ് പരിക്ക് പറ്റിയിട്ടുള്ളൂ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ വാഹനമിടിച്ച് മരിച്ചു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലായി. ഈറ്റെടുക്കാൻ പോയവിടെ ഇരട്ട പറ്റൂ എന്ന് പറയും പാലക്കാടൻ ഭാഷയിൽ, അല്ലേ? ഒരാളെ സഹായിക്കാൻ വേണ്ടി പോയതാണ് ഈറ്റെടുക്കൽ. ഈറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രസവം നോക്കുക. മറ്റൊരാളുടെ പ്രസവത്തിൽ അവരുടെ സഹായത്തിന് മിഡ്വൈഫ് ആയിട്ട് പോയതാണ്. പക്ഷെ പോയ ആള് ഇരട്ട പറ്റാൽ എന്താ ചെയ്യുക? ഇയാളെ ആരാ നോക്കുക? ഇനിയിപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടാണ് പ്രസവിച്ചിരിക്കുന്നത് എന്ന മാതിരിയാണ് പല സന്ദർഭങ്ങളും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലൊന്നും വാസ്തവത്തിൽ ആരെയും സഹായിക്കാൻ നമുക്ക് ശക്തിയൊന്നുമില്ല, പൗരുഷമൊന്നുമില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ നമുക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യവും പൗരുഷവും തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നിങ്ങൾ വേഗം ചെല്ലൂ, നിങ്ങൾക്ക് ഞാൻ ഈ കഴിവ് തന്നിരിക്കുന്നത് ഇന്ന ആളെ സഹായിക്കാനാണ് എന്ന് ഓർമ്മിക്കൂ എന്ന് നമ്മൾ ഓർക്കണം. ഭഗവാൻ ഇത്രയും ഫ്രീഡം നമുക്ക് തന്നിട്ട് നമ്മൾ ചെയ്യേണ്ട സഹായാദികൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, പരോപകാരം ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾക്ക് തന്നിട്ടുള്ള ഫ്രീഡം ഭഗവാൻ തിരിച്ചെടുക്കാനും വഴിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ കയ്യിനും കാലിനും അവയവങ്ങൾക്കും ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, അത്യാവശ്യം സാമ്പത്തികം തന്നിട്ടുണ്ട്, വേണ്ട സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്നിട്ടും നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ പരീക്ഷിക്കും. എല്ലാം എന്നാ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിനക്ക് തന്നിട്ട് വലിയ കാര്യമില്ല, യൂസ്ലെസ് എന്ന് നമ്മളെക്കുറിച്ച് ഭഗവാൻ പറയും. മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മാനസൂയേധ ഹേ അംബ അസ്മാൻ പ്രതി, ഞങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിരോധ ബുദ്ധി ഉണ്ടാവരുത് കേട്ടോ, ദ്വേഷബുദ്ധി ഉണ്ടാവരുത്, അസൂയാഭാവം ഉണ്ടാകരുത്. കാരണം ഞങ്ങള് ദൈവക്രീഡനകാൻ നരാൻ, ഈശ്വരന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. ഈശസ്യ വശേ ലോകഃ കുരുതേ അഥവാ കാര്യതേ. ഈശസ്യ വശേ, ഈശ്വരന്റെ വശത്തിരുന്നു കൊണ്ടാണ് ലോകഃ കുരുതേ, ലോകത്തിലുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുകയും അഥവാ കാര്യതേ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിലും എന്ത് വേണം? ഈശ്വരന്റെ അനുഗ്രഹം വേണം. ഈശ്വരന്റെ വശത്തിരുന്നു കൊണ്ടാണ്, ഈശ്വരാധീനത്തിലിരുന്നു കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിയാൽ ഈശ്വരൻ പുറകിൽ നിന്ന് മൂക്ക് കയറ് പിടിച്ചു വലിക്കും. നമ്മളൊക്കെ മൂക്ക് കയറിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ശരിയല്ല ചെയ്യുന്നതെങ്കിൽ പിന്നിൽ നിന്നൊരു വലി വലിക്കും. നമ്മൾ ഈശ്വരന്റെ കയ്യിൽ മൂക്ക് കയറിട്ട് പിടിക്കപ്പെട്ടതായിട്ടുള്ള കാളകളും പശുക്കളും ഒക്കെയാണ്. അല്ലെങ്കിൽ ഈശ്വരനാകുന്ന പാപ്പാൻ നല്ല തോട്ടിയും കുന്തവും വെച്ച് മെരുക്കുന്ന ആനകളാണ് നമ്മൾ ഓരോരുത്തരും.
മതയാനകൾ തോന്നിയ വാസം കാണിച്ചാൽ പാപ്പാന്റെ കയ്യിൽ നിന്ന് ആ തോട്ടി കൊണ്ടുള്ള അങ്കുശം കൊണ്ടുള്ളതായിട്ടുള്ള പീഡനം കിട്ടും. അതുപോലെയാണ് ഇവിടെ ഭഗവാനും നമ്മളെ വശത്ത് ബന്ധിച്ച് നിർത്തിയിട്ടുണ്ട്, അല്പം കയർ അയച്ചു വിട്ടിട്ടുണ്ട്, കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ചെയ്യേണ്ടത് ചെയ്യൂ, ഇങ്ങോട്ടേക്ക് പോകൂ, കിഴക്കോട്ടേക്ക് പോകൂ എന്ന് പറയുമ്പോൾ നമ്മൾ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞാലോ ഒറ്റ വലിയാണ് മൂക്ക് കയറ്. അപ്പൊ ഈശസ്യ വശേ ലോക കുരുതേ, ഈശ്വരാധീനത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, അഥവാ കാര്യത്തെ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ലോകമൊരിക്കലും സ്വതന്ത്രമല്ല, ആരും സ്വതന്ത്രരല്ല, എല്ലാവരും ഈശ്വര അധീനത്തിലാണ്, വിധിക്ക് അധീനത്തിലാണ്. വിധി പ്രബലമാണ്, പ്രാരബ്ധം വളരെ പ്രബലമാണ്. നമ്മുടെ പൗരുഷം എന്നുള്ളത് പരിമിതമാണ്, വളരെ പരിമിതമാണ് പൗരുഷം. ഇത് നമ്മൾ നിരന്തരം സ്മരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ അഹങ്കാരം പമ്പ കടക്കും. അഹങ്കാരം പമ്പ കടക്കുക മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവർക്കുള്ള സഹായമൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതിരിക്കില്ല, മടി കാണിക്കില്ല. കിട്ടിയ അവസരം വേഗം ഉപയോഗിക്കുക. ഭഗവാൻ തന്ന അവസരമാണ്. മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ സേവിക്കാനായിട്ടുള്ള അവസരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വെറുതെ പറയണോ ദൈവക്രീഡനകാൻ എന്ന് പറഞ്ഞത്? അല്ല, അതിന് കാരണമുണ്ട്, പ്രത്യക്ഷമായിട്ടുള്ള കാരണമുണ്ട്. അത് പറയണം. കംസപ്രതാപിതാഃ സർവേ വയം ജാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേനാസാദിതാ സ്വസഃ. കംസപ്രതാപിതാഃ സർവേ വയം ജാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേനാസാദിതാ സ്വസഃ. അവസാനം പറഞ്ഞ സ്വസഹ എന്നുള്ളത് സ്വസ എന്നുള്ള നാമത്തിന്റെ സംബോധനയാണ്. ഹേ സ്വസഹ, അല്ലയോ സഹോദരി എന്നാണ് സ്വസഹ എന്ന വിസർഗത്തോടു കൂടിയുള്ള ഇതിന്റെ അർത്ഥം. അല്ലയോ സഹോദരി, ഞങ്ങള് സർവേ വയം കംസപ്രതാപിതാഹ, ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ ഭാര്യമാരും എല്ലാവരും തന്നെ കംസപ്രതാപിതാഹ, കംസനാൽ പ്രകർഷേണ താപിതാഹ, നല്ലതുപോലെ ദുഃഖിപ്പിക്കപ്പെടുകയായിരുന്നു, പീഡിപ്പിക്കപ്പെടുകയായിരുന്നു, പ്രകർഷേണ തപിപ്പിക്കപ്പെടുകയായിരുന്നു. കംസൻ ഞങ്ങളെ വല്ല എന്താ പറയുക, ചൂളയിലിട്ട് വേവിക്കും പോലെ തപിപ്പിക്കുകയായിരുന്നു. സർവേ വയം, അതുകൊണ്ട് ദിശം ദിശം യാഥാഹ, ഞങ്ങൾ ദിക്കുകളിൽ നിന്ന് ദിക്കുകളിലേക്ക് ഓടുകയായിരുന്നു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലേ? വസുദേവരുടെ പുത്രന്മാര് കൊല്ലപ്പെട്ടു. അവസാന പുത്രനായിട്ട് കൃഷ്ണൻ ജനിച്ചപ്പോൾ കൃഷ്ണനെയും കൊണ്ട് ഓടി. എവിടേക്ക്? നന്ദഗോകുലത്തിലേക്ക്, ദിക്കിലേക്ക് ഓടി. അവിടുന്ന് പിന്നെ തിരിച്ച് കൃഷ്ണൻ ഇങ്ങോട്ട് ഓടി വന്നു. ഇവിടുന്ന് പിന്നെ മധുരാപുരിയിൽ നിൽക്കക്കള്ളിയില്ലാതെ ദ്വാരകാപുരിയിലേക്ക് ഓടി, പെട്ടിയും പടുക്കുകയൊക്കെ ആയിട്ട്. അപ്പോൾ വസുദേവർ പറഞ്ഞത്, ഇങ്ങനെ ഞങ്ങള് ഒരിടത്തും സ്വസ്ഥതയില്ലാതെ, വസുദേവരുടെ കാര്യം നോക്കിയാലും കാരാഗൃഹത്തിലും ഗൃഹത്തിലും ഒക്കെ ആയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. കംസന് തോന്നുമ്പോഴൊക്കെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കും, ഇടയ്ക്ക് നല്ല ബുദ്ധി തോന്നുമ്പോൾ തുറന്നു വിടും, വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കും. ഇങ്ങനെ വസുദേവർ പ്രത്യേകിച്ച് കംസനാൽ പീഡിതനായിരുന്നു. വസുദേവരുടെ പത്നിമാരായ രോഹിണി മുതലായവരൊക്കെ അന്യദേശത്ത് അഭയം പ്രാപിച്ചിരുന്നു കംസനെ പേടിച്ച്. യാദവ പ്രമുഖരെല്ലാവരും കംസനെ പേടിച്ച് നാട് വിട്ടു പോയിരുന്നു, അല്ലേ? അതൊക്കെ സൂചിപ്പിക്കുകയാണ്. സർവേ വയം കംസപ്രതാപിതാഹ ദിശം ദിശം യാതാഹ, ദിക്കുകൾ തോറും ഞങ്ങൾ യാത്രയായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അഭയം നോക്കിക്കൊണ്ട്. അതുകൊണ്ട് പുനഃ പിന്നെ ഏതർഹ്യേവ ദൈവേന സ്ഥാനമാസാദിതാഹ, ഏതർഹി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥം. ജസ്റ്റ് നൗ,
ഈ അടുത്ത കാലത്താണ് ദൈവേന, ദൈവത്താൽ, വിധിവശാൽ, ഈശ്വരാനുഗ്രഹത്താൽ സ്ഥാനം ആസാദിതാഹ, ഒരു സ്ഥിതി പ്രാപിച്ചത്, ഒരിടത്ത് സ്ഥിതി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ്. ഈ കൃഷ്ണൻ വലുതായി ആ കംസനെയൊക്കെ വധിച്ച ശേഷം ദ്വാരകാപുരി നിർമ്മിച്ച് അപ്പോഴാണ് ഞങ്ങൾക്ക് ദ്വാരകാപുരിയിലാണ് ഇത്തിരി സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റിയത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോഴേ അടുത്ത കാലത്താണ് സ്വസ്ഥത കിട്ടിയിട്ടുള്ളൂ. സ്ഥാനമാസാദിതാഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ ഒരലിനോട് മദ്ദളം ആവലാതി പറയുക എന്നൊക്കെ പറയും. ഒരലിന് ഒരു വശത്തെ ഇടിയുള്ളൂ, മദ്ദളത്തിന് രണ്ടു വശത്തും തട്ട, അല്ലേ എന്ന പോലെ. അപ്പോൾ ഒരു ആശ്വാസമായി ആർക്ക്? കുന്തി ദേവിക്ക്. അതെ അതെ, തന്നേക്കാൾ കഷ്ടമായിരുന്നു ഏട്ടന്. ഏട്ടൻ്റെ 6 കുട്ടികൾ മരിച്ചു, എൻ്റെ 5 കുട്ടികളും ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ആ കുന്തി ഇതെല്ലാം മനസ്സിലാക്കി പിന്നീട് സ്തുതിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. എൻ്റെ 5 മക്കളെയും എന്നെയും പല പ്രാവശ്യം രക്ഷിച്ചു, എന്നാൽ സ്വന്തം പിതാവിനെയും മാതാവിനെയും അങ്ങ് അതുപോലെ രക്ഷിച്ചിട്ടില്ല എന്ന് കുന്തി സ്തുതിയിൽ നമ്മൾ കണ്ടു, പ്രഥമ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ. അത് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്തുതിയാണ്. ഈ ഇതെല്ലാം കടന്നുപോയിട്ടുള്ള സ്തുതിയാണ്. അപ്പോൾ ഓർക്കുക. അപ്പോൾ കുന്തിക്കൊരു പരിഭവം പോയി, വിഷമം പോയി, തൻ്റെ കാര്യം എത്രയോ ഭേദമാണെന്ന് തോന്നി താരതമ്യേന. ശ്രീശുകൗവാച വസുദേവോഗ്രസേനാദ്യൈഃ യദുഭിസ്തേർച്ചിതാ നൃപാഃ ആസന്നച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഃ. ശ്രീശുകൗവാച വസുദേവോഗ്രസേനാദ്യൈഃ യദുഭിസ്തേർച്ചിതാ നൃപാഃ ആസൻ അച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഃ. ആസൻ അച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഹ എന്നാണ് 2ാമത്തെ വരി. അല്ലാതെ ആസന്ന ച്യുത സന്ദർശല്ല, ആസൻ അച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഹ. അപ്പോൾ ശുകബ്രഹ്മർഷി തുടരുന്നു. വസുദേവ ഉഗ്രസേനാദ്യൈഃ യദുഭിഃ അർച്ചിതാഹ തേ നൃപാഹ. അപ്പോൾ അവിടെ വന്നു ചേർന്നിട്ടുള്ള മറ്റ് രാജാക്കന്മാരെയും എല്ലാം വസുദേവനും ഉഗ്രസേന രാജാവും മറ്റ് യാദവന്മാരും എല്ലാം അർച്ചിച്ചു, അഥവാ സൽക്കരിച്ചു, പരസ്പരം ബഹുമാനിച്ചു. അങ്ങനെ സൽക്കരിക്കപ്പെട്ട തേ നൃപാഹ രാജാക്കന്മാർ, പ്രത്യേകിച്ച് കൗരവ പാണ്ഡവന്മാരാദികൾ, അച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഹ ആസന്ന്, അച്യുതനെ സന്ദർശിച്ചതുകൊണ്ടുള്ള പരമാനന്ദത്തിൽ നിർവൃതി പ്രാപിച്ചവരായി ഭവിച്ചു. അച്യുതനെ സന്ദർശിച്ച ആ പരമാനന്ദത്താൽ നിർവൃതരായി, നല്ല ആനന്ദത്തോടു കൂടിയവരായി ആസൻ ഭവിച്ചു. എല്ലാവർക്കും കൃഷ്ണനെ കണ്ടപ്പോൾ അവരുടെ എല്ലാ വിഷമവും മാറി, എല്ലാവരും സന്തോഷിക്കുകയാണ്. അങ്ങനെ ആരൊക്കെയാണ് അവിടെ വന്നിരുന്നത്? പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. ഭീഷ്മോ ദ്രോണോംബികാപുത്രോ ഗാന്ധാരി സസുതാ തഥാ സദാരാ പാണ്ഡവാഃ കുന്തി സൃഞ്ജയോ വിദുരഃ കൃപഃ കുന്തിഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിത് മഹാൻ പുരുജിത് ദ്രുപദശല്യോ ദൃഷ്ടകേതുസ്സകാശിരാട ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമന്യുസ്സുശർമാ ച സസുതാ ബാഹ്ലികാദയഃ രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുവ്രതാഃ ശ്രീനികേതം വപുശൗരേഃ സസ്ത്രീകം വീക്ഷ്യ വിസ്മിതാഃ. അപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തിൽ അർജുന വിഷാദയോഗത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് 2 സൈന്യത്തിലുള്ള നായകന്മാരെ പരിചയപ്പെടുത്തും പോലെ മിക്കവാറും അതേ പേരുകൾ ഇവിടെയും വരുന്നു, അതല്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ എടുത്തു പറയുകയാണ്.
ശ്രീ ശുകബ്രഹ്മർഷി ആരൊക്കെയാണ് ഈ സമന്ത പഞ്ചകത്തിൽ തീർത്ഥാടന വേളയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഭീഷ്മോ ദ്രോണോ അംബികാപുത്രോ ഗാന്ധാരി സസുത തഥാ സധാരാഹ പാണ്ഡവാഹ കുന്തി സൃഞ്ജയോ വിദുരഃ കൃപഃ. ആരൊക്കെയാണ്? ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അംബികാപുത്രൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ, ആ കണ്ണുപൊട്ടനായിട്ടുള്ള ധൃതരാഷ്ട്രനാണ് അംബികാപുത്രൻ. അംബാലികാപുത്രനായിരുന്നു പാണ്ഡു, മരിച്ചുപോയി. അംബികയുടെ ദാസീപുത്രനാണ് വിദുരൻ. ആ വിദുരനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അംബികാപുത്രനും അദ്ദേഹത്തിന്റെ പത്നിയായ ഗാന്ധാരി, ഗാന്ധാരി ഒറ്റയ്ക്കാണോ? അല്ല, സസുത 100 പുത്രന്മാരോടുകൂടിയവളായ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും. സദാരാ പാണ്ഡവാഹ, പാണ്ഡവന്മാർ അവരവരുടെ ഭാര്യമാരോടും കൂടി. പ്രത്യേകിച്ച് പാഞ്ചാലി ഉണ്ട്, ബാക്കി മറ്റു ഭാര്യമാർ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുണ്ട്. അവരുമായിട്ട് പാണ്ഡവന്മാരും. കുന്തി ദേവി, സൃഞ്ജയ, സൃഞ്ജയൻ എന്ന രാജാവ്, വിദുരഃ നമ്മുടെ സാക്ഷാൽ വിദുരൻ, കൃപാചാര്യര്, കുന്തിഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിത് മഹാൻ, പുരുജിത് ദ്രുപദഃ ശല്യോ ദൃഷ്ടകേതുഃ സകാശിരാട്. അപ്പൊ കുന്തിഭോജൻ, കുന്തിയെ വളർത്തിയ ആ കുന്തിഭോജൻ എന്ന് പറയുന്ന രാജാവ്, അതുപോലെ തന്നെ വിരാടനുണ്ട്, വിരാട രാജാവ്, മത്സ്യദേശത്തെ രാജാവ്. അതുപോലെ ഭീഷ്മകൻ നമ്മുടെ രുക്മിണീ ദേവിയുടെ അച്ഛൻ, വിദർഭാധിപതിയായ ഭീഷ്മകൻ. അതുപോലെ തന്നെ നഗ്നജിത്ത് എന്ന് പറഞ്ഞ കോസല രാജാവാണ് അദ്ദേഹം, അല്ലെ, നമ്മുടെ നാഗ്നജിതിയുടെ അച്ഛൻ, മഹാനായ അദ്ദേഹം. പുരുജിത്ത് എന്ന് പറയുന്നതായിട്ടുള്ള മഹാത്മാവ്. ദ്രുപദഃ പാഞ്ചാലിയുടെ അച്ഛനായിട്ടുള്ള ദ്രുപദൻ. ശല്യഃ മാദ്രിയുടെ സഹോദരനാണ് ശല്യൻ, പാണ്ഡവന്മാർക്ക് അമ്മാമനാണ്. ആ ശല്യരുണ്ട്. ദൃഷ്ടകേതു എന്ന് പറയുന്ന രാജാവ്. അതുപോലെ കാശിരാജാവ്, കാശിരാജാവിനോടുകൂടെ ദൃഷ്ടകേതുവും. ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമന്യു സുശർമാ ച സസുതാ ബാഹ്ലികാദയഃ. ദമഘോഷൻ നമ്മുടെ ശിശുപാലന്റെ അച്ഛനാണ്, ചേതി രാജാവ്. അപ്പൊ ദമഘോഷൻ. പിന്നീട് വിശാലാക്ഷൻ എന്ന് പറഞ്ഞ രാജാവ്, വിശാലാക്ഷനായ മൈഥിലൻ എന്ന് എടുക്കണം. മൈഥിലൻ മിഥില രാജാവാണ്, ജനക രാജാവാണ്. അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു സുന്ദരൻ എന്ന്, നല്ല കണ്ണോടുകൂടിയവൻ. അതുപോലെ മാദ്രകേകയൗ, മാദ്രൻ എന്ന് പറഞ്ഞാൽ മാദ്രദേശത്തെ രാജാവ്, മാദ്രിയുടെ സഹോദരൻ. കേകയ രാജാവ്, കേകയ അധിപതിയായിട്ടുള്ള കേകയ രാജാവ്. അപ്പൊ മാദ്രകേകയൗ. അതുപോലെ യുധാമന്യു എന്ന് പറയുന്ന ക്ഷത്രിയൻ, സുശർമാവ് എന്ന് പറയുന്ന രാജാവ്. അതുപോലെ ബാഹ്ലികാദയഃ സസുതാഹ, ബാഹ്ലീകൻ മുതലായവർ പുത്രന്മാരോടുകൂടി വന്നിട്ടുണ്ട്. ബാഹ്ലീകൻ നമ്മുടെ ഭീഷ്മപിതാമഹന്റെ ഇളയച്ചനാണ്, ശന്തനുവിന്റെ അനുജനാണ് ബാഹ്ലികൻ. ആ ബാഹ്ലീകനും പുത്രന്മാരോടുകൂടി വന്നിട്ടുണ്ട്. രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരം അനുവ്രതാഃ ശ്രീനികേതം വപുശൗരേഃ സസ്ത്രീകം വീക്ഷ വിസ്മിതാഃ. യുധിഷ്ഠിരനോട് അനുകൂലമായിട്ട് ഏതെല്ലാം രാജാക്കന്മാരുണ്ടോ അവരെല്ലാവരും യുധിഷ്ഠിരം അനുവ്രതാഃ യേ രാജാനഃ, അവരെല്ലാം സസ്ത്രീകം, അവരുടെ സ്ത്രീകളോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്, ഭാര്യമാരോടുകൂടി വന്നിരിക്കുന്നു. അവരെല്ലാവരും കൂടി ശ്രീനികേതം വപുഹു ശൗരേഹേ വീക്ഷ്യ വിസ്മിതാഹ. ശൗരേഹേ ശ്രീനികേതം വപുഹു വീക്ഷ്യ, ആ ശൗര്യായ ഭഗവാൻ കൃഷ്ണന്റെ ലക്ഷ്മി നിവാസസ്ഥാനമായ ശരീരത്തെ കണ്ടിട്ട്, ആ സൗന്ദര്യധാമത്തെ കണ്ടിട്ട് വിസ്മയിച്ചു, വിസ്മിതാഹ.
അപ്പം എല്ലാ രാജാക്കന്മാരും ഭാര്യമാരോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അവരെല്ലാം ഈ ഭഗവാന്റെ സൗന്ദര്യധാമം കണ്ട്, ഭഗവാന്റെ ആ മൂർത്തിയെ കണ്ട് എല്ലാവരും വിസ്മയിച്ചു. എല്ലാവരും വിസ്മിതാഹ. അധ തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ പ്രശംസുർമുദായുക്താ വൃഷ്ണീൻ കൃഷ്ണപരിഗ്രഹാൻ. അധ തേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ പ്രശംസുർമുദായുക്താ വൃഷ്ണീൻ കൃഷ്ണപരിഗ്രഹാൻ. അധ അനന്തരം രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണാഃ തേ രാജാനഃ, ആ വന്നു ചേർന്ന രാജാക്കന്മാരെല്ലാം രാമകൃഷ്ണാഭ്യാം ബലരാമസ്വാമിയാലും ശ്രീകൃഷ്ണ ഭഗവാനാലും സമ്യക് പ്രാപ്ത സമർഹണാഃ, നന്നായി പ്രാപിക്കപ്പെട്ട പൂജാ ദ്രവ്യങ്ങളോടുകൂടി സൽക്കാരത്തോടുകൂടിയവരായിട്ട് എല്ലാവരെയും ഭഗവാനും ബലരാമസ്വാമിയും സൽക്കരിച്ചു. പ്രാപ്ത സമർഹണാഃ തേ കൃഷ്ണപരിഗ്രഹാൻ വൃഷ്ണീൻ മുദായുക്താഃ പ്രശംസുഃ. കൃഷ്ണനെ എന്താ പറയുക, പരിഗ്രഹമായി അഥവാ ആശ്രയമായി കൃഷ്ണനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന വൃഷ്ണി വംശത്തിലുള്ള ആളുകളെയെല്ലാം മുദായുക്താഹ പ്രശംസു, സന്തോഷത്തോടുകൂടിയവരായിട്ട് പ്രശംസിച്ചു. അപ്പൊ യാദവന്മാര് ഭാഗ്യവാന്മാരാണ്. ഈ കൃഷ്ണനെ നിങ്ങൾക്ക് രക്ഷകനായി ആശ്രയമായി നാഥനായി കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങളാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് ആ വൃഷ്ണി വംശത്തിൽപ്പെട്ട ആളുകളോടൊക്കെ വന്ന രാജാക്കന്മാര് പ്രശംസിച്ചു. ഹന്തഭാഗ്യം വൃഷ്ണീനാം എന്ന് പറഞ്ഞ്. അഹോ ഭോജപദേ യൂയം ജന്മഭാജോ നൃണാമിഹ യത് പശ്യതാ സകൃത് കൃഷ്ണം ദുർദർശമപി യോഗിനാം. അപ്പൊ ആ രാജാക്കന്മാര് ഉഗ്രസേന രാജാവിനെ നോക്കി പറയണ്. ഭോജപദേ എന്ന് സംബോധന ചെയ്യുന്നത് ഉഗ്രസേന രാജാവിനെ. അഹോ ഭോജപദേ യൂയം ജന്മഭാജോ നൃണാമിഹ യത് പശ്യതാ സകൃത് കൃഷ്ണം ദുർദർശമപി യോഗിനാം. ഹേ ഭോജപദേ, അല്ലയോ ഭോജരാജാവായ ഉഗ്രസേന, ഇഹ നൃണാം മധ്യേ യൂയം ജന്മഭാജഃ, ഇവിടെ ഈ ലോകത്തിൽ മനുഷ്യന്മാരുടെ ഇടയിൽ വെച്ച് നിങ്ങളാണ് ശരിക്കും ജന്മത്തെ സ്വീകരിച്ചവർ എന്ന് വെച്ചാൽ ജന്മത്തെ ധന്യമാക്കിയവർ. ഞങ്ങളൊക്കെ പാഴ്ജന്മങ്ങള്, നിങ്ങളുടെ ജന്മമാണ് ഒന്നൊന്നര ജന്മം, ധന്യധന്യമായ ജന്മം. അതുകൊണ്ട് ജന്മഭാജഃ, ആ ജന്മത്തെ വേണ്ട പോലെ ഫലം നൽകി അനുഗ്രഹീതരായവർ. യത് എന്തെന്നാൽ, എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നത്? യോഗിനാമപി ദുർദർശം കൃഷ്ണം, യോഗികൾ പോലും അവരുടെ സാധനകൾ, തപസ്സുകൾ, ത്യാഗങ്ങൾ, എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ പെടാപ്പാടുപെടുന്നു. അവർക്ക് പോലും ദുർദർശനാണ് ഭഗവാൻ. ദുഃഖത്തോടുകൂടി മാത്രമേ, ക്ലേശിച്ചാൽ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കൃഷ്ണനെ യൂയം അസകൃത് പശ്യത, യൂയം നിങ്ങള് ഈ യാദവന്മാര് അസകൃത് നിരന്തരം, ന സകൃത്, സകൃത് എന്നല്ല ഒരിക്കലെങ്കിലും ഭഗവാനെ കാണാൻ വേണ്ടിയാണ് ഈ യോഗികളൊക്കെ പെടാപാടുപെടുന്നത്. അവർക്ക് ദുർലഭമാണ്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ തലങ്ങും വിലങ്ങും ഭഗവാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും ദർശനം നൽകിക്കൊണ്ട്. നിങ്ങൾക്ക് എപ്പോഴും കാണാം ഭഗവാനെ. അഹോ ഭാഗ്യം, ഭാഗ്യം, ആശ്ചര്യം തന്നെ നിങ്ങളുടെ ഭാഗ്യം. അപ്പോ അല്ലയോ വൃഷ്ണി വംശജരെ, യാദവന്മാരെ, ഭോജന്മാരെ, യു ആർ ദ ലക്കിയസ്റ്റ് ഓൺ ദിസ് എർത്ത്. മനുഷ്യജന്മമെടുത്തവരിൽ വെച്ച് അതിധന്യർ, ധന്യർ നിങ്ങളാണ്, ഭാഗ്യവാന്മാരാണ് എന്ന് ആ വൃഷ്ണികളെ പ്രശംസിക്കുന്നത് അവരുടെ രാജാവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഭോജ രാജാവായ ഉഗ്രസേനനെ പ്രശംസിച്ചുകൊണ്ട് എല്ലാവരെയും പ്രശംസിക്കുന്നു. യദ്വിശ്രുതി ശ്രുതിനുദേതമലം പുനാദി പാദാവനേ ജനപയശ്ച വചശ്ച ശാസ്ത്രം
ഭൂകാലഭർജിത ഭഗാഭി യദംഗ്രിപത്മസ്പർശോത്ത ശക്തിരഭിവർഷതി നോകിലാർത്താൻ യദ്വിശ്രുതി ശ്രുതിനുദേതമലം പുനാതി പാദാവനേ ജനപയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലഭർജിത ഭഗാഭി യദംഗ്രിപത്മസ്പർശോത്ത ശക്തിരഭിവർഷതി നോകിലാർത്താൻ. ഇപ്പൊ ശ്രീകൃഷ്ണ ദർശനം കൊണ്ട് എന്താപ്പ പ്രയോജനം? ആരാപ്പ ഈ ശ്രീകൃഷ്ണൻ? അല്ലേ, മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ യാദവന്മാർക്കും വൃഷ്ണികൾക്കും ഭഗവാന്റെ മഹത്വം ചിലപ്പോൾ അറിയാതിരിക്കാം, അവർ മൈൻഡ് ചെയ്യാതിരിക്കാം. അതിപരിചയാത് അവജ്ഞ എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വില അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഭഗവാൻ ആരാണ് എന്ന് ഭഗവാന്റെ മഹിമയെ ഈ രാജാക്കന്മാരൊക്കെ വൃഷ്ണികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഭോജരാജാവായ ഉഗ്രസേനനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? യദ്വിശ്രുതി ശ്രുതിനുതാ ഇദം അലം പുനാതി. ശ്രുതിനുതാ ഇദം അലം പുനാതി. അപ്പൊ യദ്വിശ്രുതി, ആരുടെ വിശ്രുതിയാണോ, ആരുടെ വിശേഷമായിട്ടുള്ള ശ്രുതി അഥവാ കീർത്തി. അപ്പൊ ആരുടെ കീർത്തിയാണോ ശ്രുതിനുത, വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്നത്, ആ വേദങ്ങളിലെല്ലാം സ്തുതിക്കുന്നത് ഈ ഭഗവാന്റെ കീർത്തിയെയാണ്. അങ്ങനെയുള്ള ആ കീർത്തി ഇതം, ഇതം എന്ന് പറഞ്ഞാൽ ഇതം വിശ്വം, ഇതം ജഗത്, അലം പുനാതി, നന്നായി പവിത്രീകരിക്കുന്നു. ഉത്തമ ശ്ലോകനാണ് ഭഗവാൻ. ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നത് ലോകത്തെ പവിത്രീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈശ്വരനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ചിന്ത തന്നെ എല്ലാവരെയും മര്യാദക്കാരാക്കും, എല്ലാവരെയും സദാചാരത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും പ്രേരിപ്പിക്കും. ആ ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഒരു ദുഷ്ടജനങ്ങൾക്കാണെങ്കിലും ഒരു ഭയമുണ്ടാവും. അവരും ഈശ്വരനെ പേടിച്ചിട്ടെങ്കിലും മര്യാദയ്ക്ക് നടക്കും. അപ്പൊ ഈശ്വരൻ എന്നുള്ളതായിട്ടുള്ളൊരു ഒരു ആശയം, ഒരു സങ്കല്പം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു നിയന്താവുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആ ഒരു സർവശക്തനും സർവജ്ഞനുമായ ശക്തിയാണ്. അദ്ദേഹത്തിന് ഇത് പരിപാലിക്കാൻ നന്നായി അറിയാം. അതിനുവേണ്ടി അദ്ദേഹം പല നിയമങ്ങളും വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്തവരെ അദ്ദേഹം ശരിയാക്കും, ആ നിയമങ്ങൾ പാലിക്കുന്നവരെ അദ്ദേഹം രക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിതഃ. അപ്പൊ ഈ ഒരു അറിവ് ഈശ്വരനെ കുറിച്ച് കേൾക്കും തോറും ജനങ്ങളിൽ ഉറയ്ക്കും. എന്നാൽ ദുഷ്ടജനങ്ങൾ ഈശ്വരനെ കേൾക്കുന്നത് പോലും അലർജിയായിട്ട് ആരെങ്കിലും ഈശ്വരനെ കുറിച്ച് സ്തുതിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. ദുഷ്ടന്മാരായിട്ടുള്ള ഹിരണ്യകശിപുവിനെ പോലെ അല്ലെങ്കിൽ കംസനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ഈ ലോകത്ത്. ധാരാളം വേനന്മാര് ഇവിടെയുണ്ട്, കേരളം ഭരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലേ, എന്താ പറയുക, ഭഗവാന്റെ ശരണം വിളിച്ചാൽ പോലും തെറിയായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. സ്വാമിയേ അയ്യപ്പോ എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം എന്തൊക്കെയോ നികൃഷ്ടമായ കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഭാരതമാതാവിനെ സ്തുതിക്കുന്ന സ്തോത്രം കേട്ടിട്ട് അവർക്ക് അസഹിഷ്ണുത. ഭാരതമാതാവോ, അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. ഭാരതമാതാവിനെ സ്തുതിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ശ്രേഷ്ഠമായതിനെയൊക്കെ സ്തുതിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അസഹിഷ്ണുക്കളായിട്ടുള്ള ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഞ്ചാവും കള്ളും കുടിച്ച് തെറിപ്പാട്ട് പാടുന്നതിനൊക്കെ അംഗീകാരവും അവാർഡും കൊടുക്കുകയും ചെയ്യുന്നു അല്ലേ. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു
പ്രത്യേകമായിട്ടൊരവസ്ഥ. തെറിപ്പാട്ടുകൾക്ക് അവാർഡ്, ഈശ്വരീയ സ്തുതികൾക്കോ ദേശഭക്തി ഗാനങ്ങൾക്കോ വിലക്ക്. ചിന്തിക്കുക, ഇനിയും ഇവരെയൊക്കെ വെച്ചോണ്ടിരിക്കണോ? ഇവരെയൊക്കെ ഇനിയും തെരഞ്ഞെടുക്കണോ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുക. അപ്പോ എന്താ പറയുക, യത് വിശ്രുതി ശ്രുതിനുതാ ഇതം അലം പുനാതി. ഏതൊരു ഈശ്വരനെ കുറിച്ച് വേദങ്ങൾ സ്തുതിക്കുന്നത് ഈ ലോകത്തെ പവിത്രമാക്കുന്നു, നന്നായി പവിത്രീകരിക്കുന്നു. പാദ അവനേജന പയഃ, ഭഗവാന്റെ ആ പാദ അവനേജന പയഃ ച, ഭഗവാന്റെ കാല് കഴുകിയ വെള്ളവും ഇതം പുനാതി, ഇതം ജഗത് അലം പുനാതി, ഈ ലോകങ്ങളെയെല്ലാം മതിയാവോളം ശുദ്ധീകരിക്കുന്നു. ഭഗവാന്റെ പാദതീർത്ഥമാണ് 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നത്. അതുപോലെ വചഃ ശാസ്ത്രം ഇതം പുനാതി, ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ശാസ്ത്രരൂപത്തില് ഈ ലോകത്തെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള കാലഭർജിത ഭഗാ അപി ഭൂഹു യദംഗ്രി പത്മ സ്പർശോക്ത ശക്തി നഹ അഖിലാർത്താൻ അഭിവർഷതി. ഈ ഭൂമി കാലഭർജിത ഭഗ, കാലഭർജിത ഭഗ എന്ന് പറഞ്ഞാല് കാലങ്ങളായി കൃഷി ചെയ്തും മറ്റുമൊക്കെ അതിന്റെ ഭഗം അഥവാ ഭാഗ്യം നഷ്ടപ്പെട്ടത്, കാലം കൊണ്ട് അതിന്റെ എന്താ പറയുക പുഷ്ടി, പോഷകശക്തി, ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടവളാണ് ഭൂമി. എങ്ങനെയാണോ മനുഷ്യരും സ്ത്രീകളും വൃക്ഷങ്ങളും ജന്തുക്കളും ഒക്കെ പ്രായമായി കഴിയുമ്പോൾ, കുറെ കാലം കഴിയുമ്പോൾ അവരുടെ പ്രത്യുൽപാദന ശേഷി, അവരുടെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. അതേപോലെയാണ് ഭൂമിയും. കാലം കൊണ്ട് അത് ഊഷരഭൂമിയായിട്ട് മാറും. പക്ഷേ ആ ഭൂമി ഊഷരമാകുമ്പോൾ അതിനെ വീണ്ടും നവീകരിക്കുന്നത്, പുഷ്ടി കൊടുക്കുന്നത് ആരാണ്? ഭഗവാന്റെ പാദസ്പർശം കൊണ്ടാണെന്നാ പറയണ ഇവിടെ. അതാണ് കാലഭർജിത ഭഗ അഭിഭൂഹു, ഈ ഭൂമി യത് അംഗ്രിപത്മസ്പർശ ആർത്ഥശക്തി, ഏതൊരുവന്റെ അംഗ്രിപത്മസ്പർശം കൊണ്ട് ആർത്ഥ പ്രാപ്ത ശക്തി, ഉത്ഭവിച്ച വർദ്ധിച്ച ശക്തിയോടുകൂടിയതാവുന്നു. അപ്പൊ ഭഗവാന്റെ പാദസ്പർശമാണ് ഭൂമിയെ വീണ്ടും പുഷ്ടിയുള്ളതാക്കി, ഫെർട്ടിലിറ്റി ഉള്ളതാക്കി തീർക്കുന്നത്. അതല്ലെങ്കിൽ ഭൂമി മരുഭൂമിയായി പോയേനെ. അങ്ങനെ ഭൂമിയെയും പവിത്രമാക്കുന്ന അവതാരമൂർത്തിയായ ഭഗവാൻ നഹ അഖിലാർത്ഥാൻ അഭിവർഷതി, നമ്മൾക്ക് അഖില അർത്ഥങ്ങളെയും സകല പദാർത്ഥങ്ങളെയും അഭിവർഷതി, നന്നായി വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു, 4 ഭാഗത്തും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഭഗവാന്റെ പാദസ്പർശം കൊണ്ടാണ് ഈ ഭൂമി തരളിതയായി വീണ്ടും കന്യകയായി പ്രസവിക്കാൻ തയ്യാറാവുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തില് എന്നും നിങ്ങൾക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. തദ്ദർശന സ്പർശനാനുപദ പ്രജൽപശയ്യാസനാശന സയൗന സപിണ്ഡബന്ധഃ യേഷാം ഗൃഹേ നിരയവത്മനിവർത്തതാം വഃ സ്വർഗാപവർഗവിരമഃ സ്വയമാസ വിഷ്ണുഃ. തദ്ദർശന സ്പർശനാനുപദ പ്രജൽപശയ്യാസനാശന സയൗന സപിണ്ഡബന്ധഃ യേഷാം ഗൃഹേ നിരയവത്മനിവർത്തതാം വഃ സ്വർഗാപവർഗവിരമഃ സ്വയമാസ വിഷ്ണുഃ. യേഷാം വഹ, ഏതൊരു നിങ്ങൾക്ക്, ഈ യാദവന്മാർക്ക്, വൃഷ്ണികൾക്ക് എന്തുണ്ട്? തദ്ദർശന സ്പർശന അനുപദ പ്രജൽപ ശയ്യ ആസന അശന സയൗന സപിണ്ഡബന്ധഃ.
നിങ്ങൾക്ക് യേഷാം വഹ ഏതൊരു നിങ്ങൾക്കാണോ ഈ ബന്ധം ഭഗവാനുമായിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള ബന്ധം? ഭഗവാന്റെ ദർശനം, തദ്ദർശനം, ആ ദർശനം കൊണ്ടുള്ള ബന്ധമുണ്ട്. തത് സ്പർശനം, ഭഗവാനെ സ്പർശിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ബന്ധമുണ്ട്. അനുപഥം, മാർഗത്തിൽ ഒപ്പം നടക്കാനുള്ള, പന്ഥാവിൽ അനുസരിച്ച് നടക്കാനുള്ള ഭാഗ്യമുണ്ട്. കൂടെ നടക്കുക എന്നാണ് അനുപഥം. അപ്പൊ കൂടെ നടക്കാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങൾക്ക്. അതുപോലെ പ്രജൽപം, പ്രജൽപം സംഭാഷണം ചെയ്യാൻ, അദ്ദേഹത്തോട് ജൽപ്പനം ചെയ്യാൻ എന്ത് വിഡ്ഢിത്തരവും നിങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാം. അതിനുള്ള ഫ്രീഡം ഉണ്ട് നിങ്ങളുടെ കൂടെ. അതാണ് പ്രജൽപ. ശയ്യ, ഭഗവാൻ കിടക്കുമ്പോ പലർക്കും ബന്ധം കൊണ്ട് കൂടെ കിടക്കാൻ സാധിക്കുന്നു, അടുത്ത് ചെന്ന് കിടക്കാനും മറ്റുമൊക്കെ സാധിക്കുന്നു. ശയ്യ, ആസനം, ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഒപ്പം ഇരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. അപ്പൊ കിടപ്പിലും ഇരിപ്പിലും. അശനം, അശനം എന്ന് പറഞ്ഞാല് ഭോജനം ചെയ്യുമ്പോൾ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. അശനം. അതുപോലെ സയൗന സപിണ്ഡബന്ധ, യൗന ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹാദികളിലൂടെയുള്ളതായിട്ടുള്ള ബന്ധം, സംബന്ധം. പിണ്ഡബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധം, പിണ്ഡം സമർപ്പിക്കാനുള്ള ബന്ധങ്ങളാണ്. സപിണ്ഡികൾ എന്ന് പറഞ്ഞാല് പിണ്ഡം വയ്ക്കാൻ അർഹതയുള്ളവർ, രക്തബന്ധമുള്ളവർ. ഒരാൾ ആര് മരിച്ചാൽ അവർക്ക് ആരൊക്കെ പിണ്ഡം വയ്ക്കുന്നുവോ അവരൊക്കെ പിണ്ഡബന്ധമുള്ളവരാണ്. മറ്റത് ഈ എന്താ പറയുക, ഭാര്യയുടെ യോനി വഴിക്കുള്ള ബന്ധം, സയൗന ബന്ധം. അത് എന്താ പറയുക, സംബന്ധം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ജന്മം കൊണ്ടും അതുപോലെ തന്നെ വിവാഹം കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. നേരെ മറിച്ച് നിരയവർമ്മനി വർത്തതാം വഹ ഗൃഹേ സ്വർഗാപവർഗ വിരമഃ വിഷ്ണു സ്വയം ആസ. വാസ്തവത്തിൽ നിങ്ങളൊക്കെ നിരയവത്മ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള മാർഗത്തിലായിരുന്നു, അഥവാ സംസാര മാർഗത്തിലായിരുന്നു വർത്തിക്കുന്നവർ. അങ്ങനെ വർത്തിക്കുന്ന വഹഗൃഹേ, നിങ്ങളുടെ ഗൃഹത്തില് സ്വർഗ അപവർഗ വിരമഃ വിഷ്ണു സ്വയം ആസ. സ്വർഗവും അപവർഗവും എവിടെ അവസാനിക്കുന്നുവോ, സ്വർഗത്തിന്റെ വിരമം, അപവർഗത്തിന്റെ വിരമം. വിരമം എന്ന് പറഞ്ഞാൽ എവിടെ ഒടുങ്ങുന്നുവോ, എവിടെ അവസാനിക്കുന്നുവോ, ഏതൊരുവനിൽ അടങ്ങുന്നുവോ എന്നർത്ഥം. അപ്പൊ സ്വർഗപ്രാപ്തിക്കും ഏതൊരുവനെ പ്രാപിച്ചാൽ മതിയോ, അപവർഗം അഥവാ മോക്ഷത്തിനും ആരെ ഭജിച്ചാൽ മതിയോ, ആ സ്വർഗത്തിന്റെയും അപവർഗത്തിന്റെയും സ്ഥാനമായിരിക്കുന്ന, വിരാമസ്ഥാനമായിരിക്കുന്ന വിഷ്ണു സ്വയം ആസ. എവിടെ? വഹഗൃഹേ യുഷ്മാകം ഗൃഹേ, നിങ്ങളുടെ ഗൃഹത്തിൽ ആ വിഷ്ണു സ്വയം വന്ന് ഭവിച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ധന്യ ധന്യർ എന്ന് വൃഷ്ണി വംശത്തിലുള്ള എല്ലാവരെയും ഇവിടെ വന്ന രാജാക്കന്മാർ പ്രശംസിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. ബ്രഹ്മദേവൻ ഗോകുലത്തിൽ വെച്ച് ഗോപന്മാരെ പുകഴ്ത്തി, അല്ലേ? അത് ഗോപന്മാരെ ആയിരുന്നു. ഇവിടെ വൃഷ്ണികളെയാണ് ഇവിടെ ഈ രാജാക്കന്മാർ പുകഴ്ത്തുന്നത്. അപ്പോ ഇങ്ങനെ പിന്നെന്താ അവിടെ നടക്കുന്നത്? പിന്നെ ഭഗവാനും ആ നന്ദഗോപരും യശോദയും വസുദേവരും എല്ലാവരും സമാഗമിക്കുന്ന രംഗം. അത് കഴിഞ്ഞ് ഭഗവാൻ ഗോപികമാരെ ആശ്വസിപ്പിക്കുകയും ജ്ഞാനോപദേശം ചെയ്യുകയും ചെയ്യുന്ന രംഗം നമുക്ക് വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകുന്നേരം നോക്കാം. ഓം. എല്ലാവർക്കും ശുഭദിനം.